നമസ്തേ. മഹാവിഷ്ണു ഭഗവാന്റെ അവതാരമൂർത്തികളെ ആരാധിക്കാത്തതായി ആരും തന്നെ ഉണ്ടാകുകയില്ല. ചില ആപദ്ഘട്ടങ്ങളിൽ ഒരിക്കൽ പോലുമെങ്കിലും എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാത്തതായി ആരും തന്നെ ഉണ്ടാകുകയില്ല. ഏത് ആപദ്ഘട്ടത്തിലും ഭക്തരുടെ രക്ഷയ്ക്കായി ഓടിയെത്തുന്ന ദേവൻ തന്നെയാണ് മഹാവിഷ്ണു ഭഗവാൻ. ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യവും ഐശ്വര്യവും വന്നു ചേരുന്നു. മഹാവിഷ്ണു ഭഗവാന് 10 അവതാരങ്ങളാണ് ഉള്ളത്. ഇതിൽ 9 അവതാരങ്ങളാണ് പിറവികൊണ്ടിരിക്കുന്നത്. ഈ അവതാരമൂർത്തികൾ പിറവികൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. പൂർവജന്മത്തിൽ നാം ചെയ്ത കർമ്മഫലം കൊണ്ട് ചില വ്യക്തികൾക്ക് ഈ ജന്മത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ധനവർദ്ധനവും സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കുന്നു. ഇവ അവരവരുടെ ജാതകത്തിൽ തന്നെ കുറിച്ചു വച്ചിട്ടുണ്ട്. ജാതകത്തിൽ വ്യാഴൻ അനുകൂലനായി സ്ഥിതി ചെയ്താൽ എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹവും ഐശ്വര്യവും ആ വ്യക്തിക്ക് എന്നും നിലനിൽക്കും. ജ്യോതിശാസ്ത്രപ്രകാരം വ്യാഴനെ കൊണ്ട് മഹാവിഷ്ണുവിനെയാണ് ചിന്തിക്കേണ്ടത്. ലഗ്നാൽ വ്യാഴൻ 2, 4, 5, 7, 9, 10, 11 എന്നീ ഭാവങ്ങളിൽ നീചനല്ലാതെ നിൽക്കുന്നത് ജാതകന് മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുന്നതാണ്. അതായത് ഗുരുവായൂരപ്പൻ്റെയും ശ്രീപത്മനാഭസ്വാമിയുടെയും അനുഗ്രഹം നിത്യവും ഇവർക്ക് നിലനിൽക്കുന്നു. മഹാവിഷ്ണു ഭഗവാന്റെ നക്ഷത്രം തിരുവോണം നക്ഷത്രമായതിനാൽ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് സ്വാത്വിക ഗുണം കൂടുതലായിരിക്കും. എല്ലാവരെയും സഹായിക്കുവാൻ കൂടുതൽ താല്പര്യം കാണിക്കുകയും ജീവിതത്തിൻ്റെ മധ്യകാലത്തോടെ ഉന്നത പദവിയിൽ എത്തിച്ചേരുകയും ബിസിനസ്സുകളിൽ വിജയം കൈവരിക്കുകയും ഇവരിലെപ്പോഴും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതുമാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൻ്റെ ആദ്യകാലത്ത് കുറച്ച് കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരുമെങ്കിലും ഗുരുവായൂരപ്പൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും പൂർണ്ണ അനുഗ്രഹം നിലനിൽക്കുന്നതിനാൽ ഇവർ ഉന്നത പദവിയിൽ എത്തിച്ചേരുന്നു. ചതി, വഞ്ചന എന്നിവയില്ലാത്തവരും മറ്റുള്ളവരെ സഹായിക്കുന്നവരും തൻ്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരുമാണ് ഈ നക്ഷത്രജാതകർ. പുണർദം നക്ഷത്രം ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമായതിനാൽ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകുന്നതാണ്. പല ഘട്ടങ്ങളിലും നിങ്ങൾ തനിച്ചാണെന്ന് വിചാരിക്കുമ്പോൾ ഭഗവാൻ നിങ്ങളെ കൈവിടാറില്ല. സ്വാത്വിക മനോഭാവമുള്ളവരുമാണ് ഈ നക്ഷത്രക്കാർ. ഇവർ രാമനെ പോലെ രാജാവായി വാഴുന്നവരുമാണ്.